ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട്, സർ ഞാനിപ്പോൾ ഒരു പ്രണയത്തിലാണ്, ആ പ്രണയിക്കുന്ന വ്യക്തിയെ വിവാഹം കഴിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഓക്കെ ആവുമോ അല്ലയോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട്. കാരണം ചില സമയത്തെ ആ വ്യക്തിയുടെ സ്വഭാവം എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടാറില്ല. ഞാൻ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്, എനിക്ക് തീരുമാനമെടുക്കാനൊന്ന് സഹായിക്കുമോ എന്നൊക്കെ ചോദിച്ച് വിളിക്കാറുണ്ട്. കൂടുതലും വിളിക്കുന്നത് സ്ത്രീകളാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് പോയിന്റുകളുണ്ട്. ആ പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഞാൻ പറയാൻ പോകുന്ന കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. ആ ക്വാളിറ്റീസ് ആ വ്യക്തിക്കുണ്ടെങ്കിൽ, അഥവാ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പുരുഷനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിവാഹവുമായിട്ട് മുന്നോട്ട് പോകാം. അവരുടെ ലൈഫിലോട്ട് ഇൻവൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ലൈഫിലോട്ട് പോവാം, സുഖമായിട്ട് ജീവിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഏതൊക്കെയാണെന്ന് അറിയേണ്ട ആളുകൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഈ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഓക്കെ, ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫീൽ സേഫ് എന്നുള്ളതാണ്. അഥവാ ആ വ്യക്തിയുടെ കൂടെ ഇപ്പം നിങ്ങൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ഫീലിംഗ് സേഫ് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ടോ? അഥവാ ആ വ്യക്തിയുമായിട്ട് സംസാരിക്കുന്നത്, ഇടപഴകുന്നത്, ആ വ്യക്തി ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ നിങ്ങളെ വേദനിപ്പിക്കുന്നില്ല, നിങ്ങൾ ഓക്കെയാണ് മാനസികമായിട്ട്, അതുപോലെ ഫിസിക്കലി നിങ്ങളെ ഉപദ്രവിക്കുന്നില്ല, നിങ്ങളെപ്പോഴും അവരുടെ കൂടെ സേഫാണ് എന്നുള്ളൊരു തോന്നൽ, ഗട്ട് ഫീൽ നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളെ നല്ല രീതിയിൽ കെയർ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കണം, ആ വ്യക്തിക്ക് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളത്. അത് സാമ്പത്തികമായിട്ട് മാത്രമല്ല, എല്ലാ രീതിയിലും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. എസ്പെഷ്യലി നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, വസ്ത്രം, ഭക്ഷണം, അതുപോലെ തന്നെ താമസ സൗകര്യം, ഇതെല്ലാം നിങ്ങൾക്ക് നൽകാൻ സാധിക്കുകയും, അതുപോലെ തന്നെ നിങ്ങളെപ്പോഴും സുരക്ഷിതരാണ്, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ 100% ആ വ്യക്തിക്ക് സാധിക്കുമെന്നുള്ളൊരു തോന്നൽ, ഗട്ട് ഫീൽ നിങ്ങൾക്കുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ആ ഒരു റിലേഷൻഷിപ്പിലോട്ട് നിങ്ങൾക്ക് കിടക്കാവുന്നതാണ്, കമ്മിറ്റഡ് ആവാവുന്നതാണ്, വിവാഹ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുക. ഇപ്പോൾ പ്രണയത്തിലാവുന്ന സമയത്ത് നിങ്ങളുടെ കുറവുകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതറിഞ്ഞതിന് ശേഷവും നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്, ക്വാളിറ്റിയാണ്. സോ അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് പോസിറ്റീവ് തീരുമാനമെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ എപ്പോഴും സത്യം പറയുന്ന വ്യക്തിയാണ്, കള്ളമൊന്നും പറയാറില്ല, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, സത്യസന്ധനാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളെല്ലാ രീതിയിലും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, സംസാരത്തിലും പെരുമാറ്റത്തിലും നിങ്ങൾക്ക് തരുന്ന പ്രോമിസുകൾ അതൊക്കെ അതുപോലെ പാലിക്കുന്നുണ്ട്, അങ്ങനെ എല്ലാ രീതിയിലും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള തീരുമാനമെടുത്തിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണ്, അമേസിങ് ആണ് എന്നുള്ളതൊക്കെ പറയുക, ഓർമ്മപ്പെടുത്തുക, അങ്ങനെയൊക്കെ അവർ ചെയ്യാറുണ്ടോ? നിങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ച്, നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാകുന്ന സമയത്ത് അത് അപ്രീഷിയേറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ളൊരു ക്യാരക്ടറുള്ള ആളാണെന്നുണ്ടെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ആളായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോ നിങ്ങൾ അമേസിങ് ആണ്, നിങ്ങളുടെ ബ്യൂട്ടിഫുൾ തിങ്സിനെ കുറിച്ച്, നിങ്ങളുടെ ബ്യൂട്ടിയെക്കുറിച്ചൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ്, ആൾ ഭയങ്കര സീരിയസ് ആയിരിക്കും, ആ ഒരു റിലേഷൻഷിപ്പിൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരിക്കും. മാത്രമല്ല അത് മറ്റുള്ള ആളുകൾ അറിഞ്ഞാലോ അല്ലെങ്കിൽ വളരെ പ്രൗഡോട് കൂടിയിട്ടായിരിക്കും ഇവളെൻ്റെ പെണ്ണാണ്, അല്ലെങ്കിൽ ഇവളെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത്, ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയാണിത് എന്നുള്ള രീതിയിൽ ഭയങ്കര അഭിമാനത്തോടു കൂടി മറ്റുള്ള വ്യക്തികളോട് പറയുന്ന ഒരു വ്യക്തിയായിരിക്കും. സോ റിലേഷൻഷിപ്പിൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളായിരിക്കും ആ ഒരു വിഷയത്തിൽ കേട്ടോ. കല്യാണം കഴിക്കുക ആ ഒരു കമ്മിറ്റ്മെൻറ്റിലാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ത്രൂ ഔട്ട് ലൈഫ് മൊത്തം സീരിയസ് എന്നുള്ളതല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ആ റിലേഷൻഷിപ്പിൽ സീരിയസ് ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിലോ ആയിരിക്കും കൂടുതൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവുക, അല്ലാതെ നിങ്ങളുടെ കുറവുകളിലായിരിക്കില്ല അവർ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയുള്ള ആളുകളാണെങ്കിലും നല്ലതാണ്. പിന്നെ
സ്വന്തമായിട്ട് കുറച്ച് ലക്ഷ്യങ്ങളും ജീവിതത്തെക്കുറിച്ച് നല്ല നല്ല കാഴ്ചപ്പാടുകളൊക്കെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. കാരണം ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ട് അവർക്ക്. അപ്പോൾ ജീവിതം എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. എന്നും ഒരേപോലെയുള്ള ജീവിതമായിരിക്കത്തില്ല. അപ്പോൾ നല്ല ഗോൾസ് ഉള്ള, ജീവിതത്തെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ് എങ്കിലും നിങ്ങൾ 100% പോസിറ്റീവ് ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ അവർ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ഫ്യൂച്ചറിൽ ഒന്നിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക. ഭാവിയിൽ നമുക്ക് അവിടെ പോകണം, ഇവിടെ പോകണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ ഒരു ഡിസ്കഷൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ദേ ആർ വെരി സീരിയസ് അബൌട്ട് ദാറ്റ് റിലേഷൻഷിപ്പ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഏകദേശം ഒരു ഫ്യൂ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആൾ അടിപൊളിയായിരിക്കും, സൂപ്പറായിരിക്കും. സോ നല്ല തീരുമാനം എടുത്ത് മുന്നോട്ട് പോവുക. ഇനി സാറേ എൻ്റെ ആൾ ഇങ്ങനെയൊന്നുമല്ല, ഇതിൽ പറഞ്ഞിരിക്കുന്ന 1-2 കാര്യങ്ങളൊക്കെ ഉള്ളൂ, ബാക്കി എല്ലാ കാര്യത്തിലും ആൾ വീക്കാണ്, ഞാൻ എന്താ ചെയ്യുക, ഈ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകണോ, അല്ലെങ്കിൽ ആളെ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് സിറ്റുവേഷനോ എന്ത് പ്രശ്നമോ ആയിക്കോട്ടെ, സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ധൈര്യമായിട്ട് വിളിച്ച് നിങ്ങളുടെ ഇഷ്യൂസ് ഷെയർ ചെയ്യുക. സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അത് റെഡിയാക്കുക, പതിയെ അട്രാക്ഷൻ ബിൽഡ് ചെയ്യുക, കെമിസ്ട്രി വർക്കൗട്ട് ആക്കുക, പാച്ചപ്പ് ആക്കുക. സ്മൂത്തായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.